അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏതൊരു മുസ്ലിമിന്റെയും ഹൃദയത്തിന് എന്തൊന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും കടന്നു വരുന്നു. കാരണം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്നതുകൊണ്ടാണ്. ഞാൻ രണ്ട് വരികൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. റബീഉൽ മാസം കടന്നു വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇത് പഴയ കാലത്ത് കെ മൗലവി അൽ മുർഷിദിൽ എഴുതിയതായിരിക്കുന്ന ഒരു ലേഖനത്തിന്റെ വരികളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കാനും സന്തോഷിക്കാനും ആ മാസത്തിൽ പാടില്ല എന്ന് പറയുന്നവരുടെ അപ്പോസ്തലനായ കെ മൗലവി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംഭവമാണിത്. ഈ വിഷയത്തിൽ അദ്ദേഹം ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ എന്തൊന്നില്ലാത്ത സന്തോഷം കടന്നു വരുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നമ്മൾ പ്രവാചകാധ്യാപനങ്ങൾ കൂടുതൽ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് വളരെ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്. അബൂലഹബ് നരകാവകാശിയാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട അബൂലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു: ഇന്നൽ അദാബ ഖുഫിഫ അൻ അബീലഹബിനെ തൊട്ട് അദാബുകളെ ലഘൂകരിക്കപ്പെടുന്നു ഫിന്നാരി നരകത്തിൽ ബിസബബി ഇത്ഖിഹി സുവൈബത്തുൽ അസ്ക്ക് ചൊല്ലിയ കാരണത്താൽ ഫറഹം ബിമീലാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് സുവൈബത്തിനെ ഇത്ഖ് ചൊല്ലിയതിന്റെ പേരിൽ അബൂലഹബിന് പോലും ശിക്ഷ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ലഘൂകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മുവഹിദായ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുമ്പോൾ അവനിക്ക് കിട്ടാവുന്ന പ്രതിഫലം എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടിയും പറഞ്ഞുമൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഹദീസിൽ ഇങ്ങനെ കാണുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാനാവുന്നത് വരെ. ആരേക്കാൾ? മിൻ വലദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വവാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും, വന്നാസി അജ്മഈൻ, മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാവണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നബിയോടുള്ള മഹബത്ത് നമ്മൾ വർദ്ധിപ്പിക്കുകയും പ്രവാചകാധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തും അതുപോലെ പ്രവാചകന്റെ മദഹുകളും കീർത്തനങ്ങളും ഒക്കെ നമ്മൾ പാടിയും പറഞ്ഞും നബിന്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട മാസമാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. മഹാനായ ഇമാം അല്ലാമ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ
അൽ വസായിലു ഫീ ശർഇ ശമാഇൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് മഹാനവറുകൾ പറയുന്നു, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികതു ബി അഹ്ലി ദാലികൽ മകാനി വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ. ഒരു മസ്ജിദിൽ, ഒരു വീട്ടിൽ, ഒരു സ്ഥലത്ത് പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായ നബി തങ്ങളുടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ അവിടെ റബ്ബിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങുമെന്ന്, ആ സ്ഥലങ്ങളിൽ റബ്ബിന്റെ റഹ്മത്തിന്റെ മലായികത്ത് ഇറങ്ങുമെന്നും മാത്രമല്ല, വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, റഹ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മൊത്തം അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ വീടുകളൊക്കെ മൗലിദിന്റെ, മഹത്ത് റസൂലുള്ളാന്റെ പ്രകീർത്തനങ്ങളെ കൊണ്ട് മുഖരിതമായിരിക്കണം നമ്മുടെ വീടുകളൊക്കെ. എല്ലാ വീട്ടിലും റബീഉൽ അവ്വൽ കഴിയുന്നത് വരെ പ്രത്യേകിച്ചും നമ്മൾ മൗലിദ് പാരായണം ചെയ്ത് സ്വലാത്ത് അധികരിപ്പിച്ച് പ്രവാചകാധ്യാപനങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രവാചകനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ പ്രവാചകരോടുകൂടെ നമുക്കൊരു ഇടം തന്ന് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.